ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാലൻസ്ഡ് ബീം ടൈപ്പ് റിലേ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ ടൈപ്പ് റിലേയിൽ നമ്മുടെ അട്രാക്റ്റഡ് ആർമേച്ചർ ടൈപ്പും അതേപോലെ സോളിനോയിഡ് ടൈപ്പും ഡിസ്കസ് ചെയ്തു. അതിലെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബാലൻസ്ഡ് ബീം ടൈപ്പ് റിലേ. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കൺസ്ട്രക്ഷന് ഇവിടെ ഒരു അയൺ ആർമേച്ചർ ഉണ്ട്. ഈ അയൺ ആർമേച്ചർ ഒരു ബാലൻസ് ബീമുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാലൻസ് ബീമിൻ്റെ ഒരു ഭാഗത്ത് ഒരു കൗണ്ടർ വെയിറ്റ് ഉണ്ട്, ഒരു സ്പ്രിങ് ഉപയോഗിച്ചൊരു കൗണ്ടർ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മറ്റൊരു എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോണ്ടാക്റ്റും നമ്മൾ വെച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ കൊണ്ട് ഇവിടെ നിന്നുണ്ട് ഒരു ഫിക്സ്ഡ് കോയിലുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കുന്ന സമയത്ത് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഈ റിലേ കോയിലോടുള്ള കറണ്ട് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു അട്രാക്ഷൻ, ആ കറണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അട്രാക്ഷൻ ഫോഴ്സിനെ ഇവിടെയുള്ള ഈ സ്പ്രിംഗ് ബാലൻസ് ഉള്ള കൗണ്ടർ വെയിറ്റ് എന്ത് ചെയ്യും, അത് ബാലൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഈ അയൺ ആർമേച്ചർ എന്ത് ചെയ്യും, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. കാരണം ഇവിടെ ഉണ്ടാകുന്ന അട്രാക്ഷൻ ഫോഴ്സിന് അവിടെ ഉണ്ടാകുന്ന കൗണ്ടർ വെയിറ്റ് ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. എന്തെങ്കിലും ഫോൾട്ട് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിലേ കോയിലോടുള്ള കറണ്ട് എന്ത് ചെയ്യും, കൂടും. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ അട്രാക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകും. അങ്ങനെ അട്രാക്ഷൻ ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ അയൺ പ്ലഞ്ചറിന് എന്ത് ചെയ്യും, അത് നേരെ താഴത്തോട്ട് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അങ്ങനെ അയൺ പ്ലഞ്ചറിനെ താഴത്തോട്ട് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും, ഈ സ്റ്റേഷനറി കോണ്ടാക്റ്റ് വന്നിട്ട് എന്ത് ചെയ്യും, ഈ ട്രിപ്പ് സർക്യൂട്ടിന് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അങ്ങനെ ട്രിപ്പ് സർക്യൂട്ടിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഫോൾട്ടി സെക്ഷൻ എന്ത് ചെയ്യും, ഐസൊലേറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് ബീം ടൈപ്പ് റിലേൻ്റെ വർക്കിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ നോട്ടൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നോട്ട്: ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ അയൺ ആർമേച്ചർ കണക്റ്റഡ് ടു ബാലൻസ് ബീം. ഇത് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു അയൺ ആർമേച്ചർ ഉണ്ട്. അയൺ ആർമേച്ചർ ഒരു ബാലൻസ് ബീമുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ദ കറണ്ട് ത്രൂ ദ റിലേ കോയിൽ സച്ച് ദാറ്റ് ദ ബീം ഈസ് ഹെൽഡ് ഇൻ ദ ഹൊറിസോണ്ടൽ പൊസിഷൻ ബൈ ദ സ്പ്രിങ്. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമ്മൾ റിലേ കോയിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും, അവിടെയുള്ള ഒരു കറണ്ട് വളരെ കുറവായിരിക്കും. അങ്ങനെ ആ കറണ്ട് കാരണം നമ്മൾ ബീം ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ സ്പ്രിങ് ആക്ഷൻ കൗണ്ടർ വെയിറ്റിൻ്റെ വെയിറ്റ് കൊണ്ടും ഇവിടെ അട്രാക്ഷൻ ഫോഴ്സും ഈക്വൽ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന് ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബാലൻസ് ബീം ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിൽക്കും. വെൻ എ ഫോൾട്ട് ഒക്കോസ് ദ കറണ്ട് ത്രൂ ദ റിലേ കോയിൽ കോസ്റ്റ് ദ ബീം അട്രാക്ട് ദ ക്ലോസ് ദ ട്രിപ്പ് സർക്യൂട്ട്. അപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിലേ കോയിലുള്ള കറണ്ട് കൂടും. അപ്പോൾ എന്ത് ചെയ്യും, ആ ബീം താഴോട്ട് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്ത് നമ്മൾ ട്രിപ്പ് സർക്യൂട്ടിന് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. ദിസ് കോസസ് ദ ഓപ്പണിംഗ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ടു ഐസൊലേറ്റ് ദ ഫോൾട്ടി സർക്യൂട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യാൻ കാരണമാകും. അങ്ങനെ ഫോൾട്ടി സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ നോട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ ടൈപ്പ് റിലേനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. അട്രാക്റ്റഡ് ആർമേച്ചർ ടൈപ്പ് റിലേ, സോളിനോയിഡ് ടൈപ്പ് റിലേ, അതേപോലെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ബാലൻസ്ഡ് ബീം ടൈപ്പ് റിലേ. മൂന്ന് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടൈപ്പ് റിലേസാണ് നമുക്ക് പറയാനുള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടൈപ്പ് റിലേ ആദ്യത്തെ റിലേ ആണ് ഷെയ്ഡഡ് പോൾ സ്ട്രക്ചർ റിലേ. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ റിലേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന റിലേകളെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടൈപ്പ് റിലേസ് എന്ന് പറയും. ഇതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഷെയ്ഡഡ് പോൾ സ്ട്രക്ചർ. അപ്പോൾ ഷെയ്ഡഡ് പോൾ സ്ട്രക്ചറിൻ്റെ ഒരു ഫിഗർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷെയ്ഡഡ് പോൾ സ്ട്രക്ചറിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഷെയ്ഡഡ് പോൾ സ്ട്രക്ചറിന് നമ്മളിവിടെ ഇങ്ങനെ ഒരു മാഗ്നറ്റ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ട് കറങ്ങാൻ പറ്റുന്ന ഒരു അലൂമിനിയം ഡിസ്ക് ഉണ്ട്. ഇവിടെ ഒരു പിവോട്ടഡ് ആയിട്ടുള്ള അലൂമിനിയം ഡിസ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ആ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന, ആ എയർ ഗ്യാപ്പിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പോളിനെ, ഈ ഒരു ഫേസ് പോളിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു പോളിനെ രണ്ട് പോൾസായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ഒരു കോപ്പർ റിങ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഷെയ്ഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇതിപ്പോൾ രണ്ട് പോളുണ്ട്. ഇവിടെ ഒരു ഷെയ്ഡ് ചെയ്യാത്ത പോളുണ്ട്, ഇവിടെ ഷെയ്ഡ് ചെയ്ത പോളുണ്ട്, അതേപോലെ താഴെയുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പോളിനെ നമ്മൾ എന്ത് ചെയ്തു, കോപ്പർ റിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് നമ്മൾ ഷെയ്ഡിങ് റിങ് എന്ന് എന്ത് ചെയ്യും, ഇതിനെ പറയും, കോപ്പർ റിങ്ങിനെ അല്ലെങ്കിൽ ഷെയ്ഡ് റിങ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പോളിൽ നമ്മൾ കോപ്പർ റിങ് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് വെച്ചു. ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, ഷെയ്ഡ് ചെയ്യാദ്യം വെച്ചു. അങ്ങനെ
പിന്നെ നമ്മളിവിടെ ഒരു നമ്മൾ ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് റിലേ വർക്ക് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നോർമലി നമ്മളൊരു കറണ്ട് അവിടെ കൊടുത്തു. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഒരു കറണ്ട് നമ്മളോട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഇവിടെ ഒരു EMF എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. ആ EMF ഇൻഡ്യൂസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യും, ഒരു കറണ്ട് അവിടെ ഉണ്ടാകും. അപ്പോൾ ആ കറണ്ട് കാരണം ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാകും, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, അപ്പോൾ ഷെയ്ഡഡ് പോളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, φs ആയിരിക്കും. അതേപോലെ അൺഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ, നമ്മൾ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും, φu നമ്മൾ കൊടുത്തു എന്ന്. അപ്പോൾ ഷെയ്ഡഡ് ഭാഗത്തുള്ളത് φsഉം അൺഷെയ്ഡ് ചെയ്ത ഭാഗത്തുള്ളത് φu ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ പിന്നെ ആൾട്ടർനേറ്റീവ് ഫ്ലക്സ് φs എന്നുള്ള ആൾട്ടർനേറ്റീവ് ഫ്ലക്സ്, അതായത് ഷെയ്ഡ് പോർഷനിലുള്ള ആൾട്ടർനേറ്റീവ് ഫ്ലക്സ്, പിന്നെ അൺഷെയ്ഡ് ചെയ്തിട്ടുള്ള ഫ്ലക്സ്, അൺഷെയ്ഡ് ഭാഗത്തുള്ള ഫ്ലക്സ് അതായത് φuനേക്കാളും എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ആൽഫ ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ലാഗ് ചെയ്യുന്നുണ്ടാവും. നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഷെയ്ഡഡ് ഭാഗത്ത് ചെയ്തിട്ടുള്ള φs അൺഷെയ്ഡ് ഭാഗത്ത് ചെയ്തിട്ടുള്ള φuനേക്കാളും എന്ത് ചെയ്യും, ഒരു ആൽഫ ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ലാഗ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു അലൂമിനിയം ഡിസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇവിടെ ഒരു φs രണ്ട് ഫേസിലുള്ള പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അടിയിലാണ് എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള ഈ ഒരു പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡിഫറൻസ് കാരണം അവിടെ എന്ത് ചെയ്യും, ഈ ഒരു ഡിസ്കിന് എന്ത് ചെയ്യും, ഒരു ടോർക്ക്, ആ ഡിസ്കിൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ നമ്മൾ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോർക്കിന് ഈ ഡിസ്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ സർക്യൂട്ടിൽ ഫോൾട്ട് വരുന്ന സമയത്ത് അവിടെ കറണ്ടിൻ്റെ അളവ് കൂടി, അത് കാരണം ഈ φuൻ്റെയും φsൻ്റെയും ക്വാണ്ടിറ്റിയിലും എന്ത് ചെയ്യും, മാറ്റം വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കറസ്പോണ്ടിങ് ടോർക്ക് എന്ത് ചെയ്യും, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡിസ്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ട്രിപ്പ് സർക്യൂട്ടിൻ്റെ കോണ്ടാക്റ്റ് ക്ലോസ് ആകുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഡിസ്ക് എന്ത് ചെയ്യില്ല, റൊട്ടേറ്റ് ചെയ്യൂല. അപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ φsൻ്റെയും φuൻ്റെയും അളവിൽ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും. അതനുസരിച്ച് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കിലും മാറ്റം വരും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഡിസ്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് സർക്യൂട്ട്, റിലയൻസ് ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ആകും. ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യും. ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോൾട്ടി സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഷെയ്ഡഡ് പോൾ സ്ട്രക്ചറിൻ്റെ വർക്കിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് നോട്ട് കൂടി ശ്രദ്ധിക്കാം. നോട്ട് പറയുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പിവോട്ടഡ് അലൂമിനിയം ഡിസ്ക് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ദ എയർ ഗ്യാപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു പിവോട്ടഡ് അലൂമിനിയം ഡിസ്ക് ഉണ്ട്. ഈ പിവോട്ടഡ് അലൂമിനിയം ഡിസ്ക് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. 1/2 of each pole of the magnet is surrounded by copper ring is known as shading ring. നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ നമ്മൾ ആ പോൾ ഫേസസിനെ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് പറഞ്ഞാൽ കോപ്പർ റിങ് കൊണ്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. പിന്നെ ആ കോപ്പർ റിങ് അല്ലെങ്കിൽ അതിനെ പറഞ്ഞ മറ്റൊരു പേരാണ് ഷെയ്ഡിങ് റിങ് എന്ന് പറഞ്ഞു. The alternative flux φs in the shaded portion of the pole lag behind the flux φu in the unshaded portion by an angle alpha. അപ്പോൾ അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം അവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു. ആ കറണ്ട് പ്രകാരം അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടായി. അപ്പോൾ ഷെയ്ഡഡ് പോർഷനിൽ ഉണ്ടായിട്ടുള്ള ഫ്ലക്സ് φs ആണ്, അൺഷെയ്ഡഡ് പോർഷനിൽ ഉണ്ടായ ഫ്ലക്സ് φu ആണെന്നുണ്ടെങ്കിൽ ഈ φs എന്ത് ചെയ്യും, φuനേക്കാൾ ഒരു ആൽഫ ഡിഗ്രിയിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആൽഫ ആംഗിൾ എന്ത് ചെയ്യും, ലാഗ് ചെയ്യും. അപ്പോൾ ഈ ലാഗ് ചെയ്യുന്ന രണ്ട് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ എഫക്റ്റ് കാരണം അവിടെ എന്ത് ചെയ്യും, ഒരു ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നോർമൽ കേസിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ഒരു ഡിസ്കിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യൂല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അവിടെ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കറണ്ടിൻ്റെ അളവ് കൂടും, അതനുസരിച്ചുള്ള ഫ്ലക്സിൻ്റെ അളവും കൂടും. അത് കഴിഞ്ഞാൽ അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ ഒരു ടോർക്ക് കൂടിക്കഴിഞ്ഞാൽ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. ദ കൺട്രോൾ ടോർക്ക് ഈസ് പ്രൊവൈഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ദ കൺട്രോൾ സ്പ്രിങ് അറ്റാച്ച്ഡ് ടു ദ സ്പിൻഡിൽ. ഈ ഒരു പിന്നെ ഇതിന് നമ്മൾ കൺട്രോൾ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഒരു കൺട്രോൾ സ്പ്രിങ് ഈ ഒരു സ്പിൻഡിലുമായിട്ട് നമ്മൾ കൺട്രോൾ സ്പ്രിങ് എന്ത് ചെയ്യുന്നത്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ദ മൂവ്മെൻറ്റ് ഓഫ് ഡിസ്ക് കോസസ് ടു ക്ലോസ് ദ കോണ്ടാക്ട്സ് ഓഫ് ട്രിപ്പ് സർക്യൂട്ട്. നമ്മൾ പിന്നെ ഡിസ്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് സർക്യൂട്ട് എന്ത് ചെയ്യും, അത്
ട്രിപ്പ് സർക്യൂട്ടിൻ്റെ കോൺടാക്റ്റ് എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്യാക്കും. അപ്പോൾ ട്രിപ്പ് സർക്യൂട്ടിൻ്റെ കോൺടാക്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നമുക്ക് വർക്കിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് സ്ട്രക്ചറാണ് വാട്ട് ടവർ മീറ്റർ സ്ട്രക്ചർ. അപ്പോൾ വാട്ട് ടവർ മീറ്റർ സ്ട്രക്ചറിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആദ്യം നോക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പറയുന്നത്, ഇതൊരു പിവോട്ടഡ് അലൂമിനിയം ഡിസ്ക് ഉണ്ട്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു പിവോട്ടഡ് അലൂമിനിയം ഡിസ്ക് ഉണ്ട്. ഈ പിവോട്ടഡ് അലൂമിനിയം ഡിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ 2 ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ഇവിടെ ഒരു അപ്പർ ഇലക്ട്രോ മാഗ്നറ്റും ഉണ്ട്, അതേപോലെ ഒരു ലോവർ ഇലക്ട്രോ മാഗ്നറ്റും ഉണ്ട്. അതിനിടയിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഇതിന് ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ള ഒരു പിവോട്ടഡ് ആയിട്ടുള്ള ഒരു അലൂമിനിയം ഡിസ്ക് ഉണ്ട്. ഇവിടെ അപ്പർ മാഗ്നറ്റ് 2 വൈൻഡിങ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ വൈൻഡിങ് ആണ് പ്രൈമറി വൈൻഡിങ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇതാണ് പ്രൈമറി വൈൻഡിങ്. രണ്ടാമത്തെ വൈൻഡിങ് ആണ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ. നമ്മളെ പ്രൈമറി വൈൻഡിങ് നമ്മൾ റിലേ കറണ്ട് ആയിട്ടുള്ള I1 ആണ് എന്ത് ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത്. ഇപ്പോൾ നോക്കാം, I1 എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേ കറണ്ട് ആണ്. ആ റിലേ കറണ്ട് ആണ് നമ്മൾ പ്രൈമറി വൈൻഡിങ് ക്യാരി ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡറി വൈൻഡിങ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മളെ ലോവർ മാഗ്നറ്റിൻ്റെ വൈൻഡിങ്ങുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ട്. അപ്പോൾ സെക്കൻഡറി വൈൻഡിങ് നമ്മൾ ലോവർ മാഗ്നറ്റിൻ്റെ വൈൻഡിങ്ങുമായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ എന്ത് ചെയ്യും, നമ്മളെ പ്രൈമറി കറണ്ട് നമ്മളെ അവിടെ പ്രൈമറിയിലൂടെ എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും. പ്രൈമറിയിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സെക്കൻഡറിയിൽ എന്ത് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിലെന്തുണ്ടാവും, ഒരു കറണ്ട് ഉണ്ടാവും. ആ EMF ഇപ്പോൾ പ്രൈമറിയിൽ ഒരു EMF കറണ്ട് പാസ് ചെയ്തു, അത് കാരണം സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്തു, അത് കാരണം അവിടെ ഉണ്ടായുള്ള കറണ്ടാണ് I2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ I2 എന്നുള്ള കറണ്ട് സെക്കൻഡറിയിലുണ്ട്. അപ്പോൾ I1 എന്നുള്ള കറണ്ട് കാരണം സർക്യൂട്ടിൽ 5 എന്നുള്ള ഒരു EMF അല്ലെങ്കിൽ ഒരു പ്രൈമറി അപ്പർ മാഗ്നറ്റിലുള്ള ഫ്ലക്സാണ് 5 എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ലോവർ മാഗ്നറ്റിലുള്ള ഫ്ലക്സാണ് 5 എന്ന് പറഞ്ഞാൽ. അങ്ങനെ അപ്പർ മാഗ്നറ്റിലുള്ള 5 അതേപോലെ ലോവർ മാഗ്നറ്റ് 5 തമ്മിൽ ഒരു ആൽഫ ആംഗിൾ ഡിഫറൻസ് ഉണ്ടാകും. അതായത് ലോവർ മാഗ്നറ്റുള്ള 5 പിന്നെ എന്ത് ചെയ്യും, 5 ഒരു ആൽഫ ആംഗിൾ എന്ത് ചെയ്യും, ലാഗ് ചെയ്യും. അപ്പോൾ ഈ ഒരു 5 5 ഈ ഒരു ആംഗിൾ ഡിഫറൻസ് കാരണം, അല്ലെങ്കിൽ ആ 2 മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെയും എഫക്റ്റ് കാരണം ഇവിടെ എന്ത് ചെയ്യും, ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് നമ്മൾ ഈ ഡിസ്കിന് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസ്ക് എന്ത് ചെയ്യില്ല, റൊട്ടേറ്റ് ചെയ്യൂല. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ 5 അളവും അതേപോലെ 5 അളവ് എന്ത് ചെയ്യും, കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ആ 5 5 അളവ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അവിടെ ഇൻഡ്യൂസ് അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ടോർക്ക് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അങ്ങനെ റൊട്ടേറ്റിംഗ് ടോർക്ക് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഡിസ്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് സർക്യൂട്ട് എന്ത് ചെയ്യും, ക്ലോസ് ആകും. ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോൾട്ടി സെക്ഷൻ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് വാട്ട് ടവർ മീറ്റർ സ്ട്രക്ചറിൻ്റെ വർക്കിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ നോട്ട് കൂടി നമുക്ക് ശ്രദ്ധിക്കാം. നോട്ട് പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പിവോട്ടഡ് അലൂമിനിയം ഡിസ്ക് അറേഞ്ച് ടു റൊട്ടേറ്റ് ഫ്രീലി ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് 2 ഇലക്ട്രോ മാഗ്നറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പിവോട്ടഡ് അലൂമിനിയം ഡിസ്ക് ഉണ്ട്. അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പോൾസിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പർ മാഗ്നറ്റ് ക്യാരീസ് 2 വൈൻഡിങ്, ദ പ്രൈമറി ആണ് സെക്കൻഡറി. അപ്പർ മാഗ്നറ്റ് 2 വൈൻഡിങ് ക്യാരി ചെയ്യുന്നുണ്ട്, ഒന്ന് പ്രൈമറി ആണ്, ഒന്ന് സെക്കൻഡറി ആണ്. ദ പ്രൈമറി വൈൻഡിങ് ക്യാരീസ് ദ റിലേ കറണ്ട് I1. പ്രൈമറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ റിലേ കറണ്ട് I1 ക്യാരി ചെയ്യുന്നുണ്ട്. വൈൽ ദ സെക്കൻഡറി വൈൻഡിങ് ഇസ് കണക്റ്റഡ് ടു വൈൻഡിങ് ഓഫ് ലോവർ മാഗ്നറ്റ്. സെക്കൻഡറി വൈൻഡിങ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലോവർ മാഗ്നറ്റിൻ്റെ വൈൻഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ പ്രൈമറി കറണ്ട് ഇൻഡ്യൂസസ് EMF ഇൻ ദ സെക്കൻഡറി ആൻഡ് സോ സർക്കുലേറ്റഡ് കറണ്ട് I2 ഇൻ ഇറ്റ്. പ്രൈമറി കറണ്ട് എന്ത് ചെയ്യും, സെക്കൻഡറി EMF ഇൻഡ്യൂസ് ചെയ്യും. അത് കാരണം I2 എന്നുള്ള കറണ്ട് എന്ത് ചെയ്യും, അവിടെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ സെക്കൻഡറിയിലുള്ള കറണ്ടാണ് I2 എന്ന് പറഞ്ഞാൽ. ദ ഫ്ലക്സ് 5 ഇൻഡ്യൂസ് ഇൻ ദ ലോവർ മാഗ്നറ്റ് ബൈ ദ കറണ്ട് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ് ഓഫ് ദ അപ്പർ മാഗ്നറ്റ് വിൽ ലാഗ് ബിഹൈൻഡ് 5 ബൈ ആൻ ആംഗിൾ ആൽഫ. അപ്പോൾ ഫ്ലക്സ് 5 ലോവർ മാഗ്നറ്റ് ഫ്ലക്സ് 5 എന്നുള്ള ഫ്ലക്സ് ഉണ്ടാകും. അതേപോലെ 5 എന്നുള്ള ഫ്ലക്സ് നമ്മൾ അപ്പർ മാഗ്നറ്റിലും ഉണ്ടാകും. അപ്പോൾ ആ 2 ആംഗിളും തമ്മിൽ ഒരു ആൽഫ ആംഗിൾ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ 5 എന്ത് ചെയ്യും, ആൽഫ ആംഗിളിന് 5 പിന്നെ ആൽഫ ആംഗിൾ എന്ത് ചെയ്യും, 5 ലാഗ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു എഫക്റ്റ് 2 മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെയും എഫക്റ്റ് കാരണം ഒരു റൊട്ടേറ്റിംഗ് ഫ്ലക്സ് അവിടെ റൊട്ടേറ്റിംഗ് ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ റൊട്ടേറ്റിംഗ് ടോർക്ക് എന്ത് ചെയ്യും,
പിന്നെ നമ്മൾ ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ടോർക്കിന് ഈ ഡിസ്കിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഫോൾട്ടി സെക്ഷൻ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കറണ്ടിൻ്റെ അളവ് കൂടും, അതനുസരിച്ചുള്ള ഫ്ലക്സിൻ്റെ അളവും കൂടും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് എഫക്റ്റ് കൂടും. റൊട്ടേറ്റീവ് എഫക്റ്റ് കൂടി കഴിഞ്ഞാൽ ഡിസ്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ആകും. ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഫോൾട്ടി സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് വാട്ട് അവർ മീറ്റർ സ്ട്രക്ചറിൻ്റെ വർക്കിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇൻഡക്ഷൻ കപ്പ് സ്ട്രക്ചർ. ഇപ്പോൾ ഇൻഡക്ഷൻ കപ്പ് സ്ട്രക്ചറിൻ്റെ ഫിഗർ ഇതിൽ എന്ത് ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിൽ ഇതിൻ്റെ ഏറ്റവും അകത്ത് നമുക്ക് എന്തുണ്ട്, ഒരു സ്റ്റേഷനറി അയൺ കോർ ഉണ്ട്. ഏറ്റവും പുറത്തുനിന്നുണ്ട് ഒരു സ്റ്റേഷനറി അയൺ കോർ ഉണ്ട്. ഈ സ്റ്റേഷനറി അയൺ കോറിൻ്റെ ഉള്ളിൽ പിന്നെ പുറത്തായിട്ട്, ഉള്ളിലല്ല പുറത്തായിട്ട് എന്തുണ്ട്, ഒരു ഹോളോ മെറ്റാലിക് സിലിണ്ടറിക്കൽ കപ്പ് ഉണ്ട്. ഈ ഹോളോ സിലിണ്ടറിക്കൽ മെറ്റാലിക് കപ്പ് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഹോളോ സിലിണ്ടറിക്കൽ മെറ്റാലിക് കപ്പിന് ഇതിൻ്റെ അടിയിൽ ഫ്രീ ടു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോളോ സിലിണ്ടറിക്കൽ മെറ്റാലിക് കപ്പ് ഉണ്ട്. പിന്നെ പുറത്തുനിന്നുണ്ട് 4 ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ അടിയിൽ നമ്മൾ കോയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നോർമലി ഇവിടെ പിന്നെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൽ നമ്മൾ ഈ വൈൻഡിങ്ങിൽ കോയിലൂടെയുള്ള കറണ്ട് കാരണം 2 pairs ഓഫ് കോയിൽസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു പിന്നെ പെയറാണ്, ഇത് രണ്ടും എന്താണ്, ഒരു പെയറാണ്. അപ്പോൾ ആ ഒരു 2 pairs ഓഫ് കോയിൽസ് കാരണം അവിടെ എന്ത് ചെയ്യും, ആ പോൾസിലുള്ള 2 pairs ഓഫ് കോയിൽസ് കാരണം അവിടെ എന്ത് ചെയ്യും, അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ആ കറണ്ട് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഡിഫറൻസ് കാരണം അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു റൊട്ടേറ്റിംഗ് ഫീൽഡ് അവിടെ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ആ റൊട്ടേറ്റിംഗ് ഫീൽഡ് നമ്മൾ ഈ ഒരു റോട്ടറിൽ നമ്മൾ അവിടെ ഇൻഡ്യൂസ് ചെയ്ത് അതെന്ത് ചെയ്തിട്ടുണ്ടാകും, ആ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ റോട്ടർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു റൊട്ടേറ്റിംഗ് ടോർക്ക് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, ആ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നോർമൽ ഒരു കറണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, ഇത് റൊട്ടേറ്റ് ചെയ്യൂല, കാരണം അതിന് മാത്രമുള്ള ഒരു ടോർക്കേ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ കോയിലൂടെയുള്ള കറണ്ടിൻ്റെ അളവ് കൂടും. കറണ്ടിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ടോർക്ക് എന്ത് ചെയ്യും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സർക്യൂട്ട് അതിൻ്റെ ട്രിപ്പ് സർക്യൂട്ടിന് എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്ത് ഫോൾട്ടി സെക്ഷൻ എന്ത് ചെയ്യും, ഐസൊലേറ്റ് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ആ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയിൽ നമ്മളൊരു പിന്നെ റോട്ടർ ഉണ്ട്. റോട്ടറിൻ്റെ അകത്ത് എന്തുണ്ട്, ഒരു സ്റ്റേഷനറി കോർ ഉണ്ട്. ഇപ്പോൾ റോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ സിലിണ്ടറിക്കൽ കപ്പാണ്. അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ 2 pairs ഓഫ് കോയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോയിലുണ്ട്, അതേപോലെ ഇത് രണ്ടൊരു പെയറാണ്, അതേപോലെ ഇത് രണ്ടും എന്താണ്, ഒരു പെയറാണ്. അപ്പോൾ എന്തെങ്കിലും പിന്നെ സാധാരണ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഈ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പം ഈ 2 കോയിലിൻ്റെ എഫക്റ്റ് കാരണം അവിടെ ഒരു റൊട്ടേറ്റിംഗ് ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നോർമൽ കറണ്ട് വന്നു കഴിഞ്ഞാലുള്ള റൊട്ടേറ്റിംഗ് ടോർക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ റോട്ടർ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാതെ അവിടെ നിൽക്കും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ എന്ത് ചെയ്യും, അവിടെ എന്തെങ്കിലും ഫോൾട്ടി സെക്ഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് എന്ത് ചെയ്യും, ഈ കോയിലൂടെ പാസ് ചെയ്യും. റൊട്ടേറ്റിംഗ് ടോർക്ക് കൂടും. കോയിൽ എന്ത് ചെയ്യും, കപ്പ് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഷനറി കോൺടാക്റ്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ റിലൈൻ്റെ സ്റ്റേഷനറി കോൺടാക്റ്റ് ക്ലോസ് ചെയ്താൽ ട്രിപ്പ് സർക്യൂട്ട് എന്താകും, ക്ലോസ് ആകും. ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ആകും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വർക്കിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ നോട്ട് കൂടി നോക്കാം. അത് റിലേ ഓപ്പറേറ്റ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ ആസ് ദ ഇൻഡക്ഷൻ മോട്ടർ. ഇൻഡക്ഷൻ മോട്ടർ അതേ പ്രിൻസിപ്പിളാണ് റിലേ വർക്ക് ചെയ്യുന്നത്. ഇതിന് 4 ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. അത് റിലേ കോയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ എനർജൈസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും അടിയിൽ എന്തെങ്കിലും ഒരു അയൺ കോർ ഉണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റ് അടിയിൽ ഒരു അയൺ കോർ ഉണ്ട്. പിന്നെ അയൺ കോറിൻ്റെ പുറത്തായിട്ടൊരു ഹോളോ cylindrical metallic cup ഉണ്ട്. The rotor is hollow metallic cylindrical cup which is free to rotate in the gap between the electromagnet and stationary iron core. നമ്മൾ റോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ മെറ്റാലിക് സിലിണ്ടറിക്കൽ കപ്പാണ്. അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഗ്യാപ്പിൻ്റെ അടിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. The rotating field is produced by 2 pairs of coil 1 4 poles. നമ്മൾ റൊട്ടേറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ റൊട്ടേറ്റിംഗ് ഫീൽഡ് ഈ 2 pairs of coils കാരണം അവിടെ എന്ത് ചെയ്യും, റൊട്ടേറ്റിംഗ് ഫീൽഡ് എന്ത് ചെയ്യും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. The rotating field induces current in the cup to provide necessary torque. ഈ റൊട്ടേറ്റീവ് ഫീൽഡ് നമ്മൾ
ഈ കപ്പിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യും, അവിടെ നെസസറി ടോർക്ക് എന്ത് ചെയ്യും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. എ കൺട്രോൾ സ്പ്രിംഗ് ആൻഡ് ബാക്ക് സ്റ്റോപ്പ് ഫോർ ക്ലോസിംഗ് ദ കോൺടാക്ട്സ് ക്യാരിഡ് ആൻഡ് ആം അറ്റാച്ച്ഡ് ടു സ്പിൻഡിൽ ഓഫ് ദ കപ്പ് ടു പ്രിവെൻറ്റ് കണ്ടിന്യൂസ് റൊട്ടേഷൻ. നമ്മളെന്ത് പിന്നെ ഈ ഒരു കപ്പിൻ്റെ കണ്ടിന്യൂസ് റൊട്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കൺട്രോൾ സ്പ്രിങ്ങും ഒരു ബാക്ക് സ്റ്റോപ്പ് ക്ലോസിംഗ് കോൺടാക്റ്റും നമ്മൾ ഒരു ആമിനോട് അറ്റാച്ച് ചെയ്തിട്ട് ആ ആം എന്ത് ചെയ്തിട്ടുണ്ട്, സ്പിൻഡിലുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ്, ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡിസ്കസ് ചെയ്തു.